നേമമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിനിടെ അഘോരി സന്യാസിയുടെ അപ്രതീക്ഷിത സാന്നിധ്യമാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. നെടുങ്കാട് ഭവന സന്ദർശനത്തിനെത്തിയ രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്തേക്ക് കാറിലാണ് 3 സന്യാസിമാരെത്തിയത്. സന്യാസി രാജീവ് ചന്ദ്രശേഖറിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും അവരോടൊപ്പം ഏറെ നേരം ചെലവഴിച്ച ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. കാശിയിൽ തപസ്സിലായിരുന്ന തങ്ങളെ BJP സ്ഥാനാർത്ഥികളെ അനുഗ്രഹിക്കാൻ യോഗി ആദിത്യനാഥ് അയച്ചതെന്നായിരുന്നു തലസ്ഥാനത്തെത്തിയ അഘോരികൾ പറഞ്ഞത്. ഇനി കന്യാകുമാരിയിലേക്ക് യാത്രയാണെന്നും അവർ അവകാശപ്പെട്ടു. പ്രചരണത്തോടൊപ്പം പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന്റെ ടീം അത് അനുവദിച്ചില്ല. എന്നാൽ അഘോരികളെ കൊണ്ടുവന്നത് താനല്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം. അഘോരികളെ താൻ കൊണ്ടുവന്നതോ ക്ഷണിച്ചതോ അല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴി പ്രചരണത്തിനിടെ അവർ വഴിയിൽ കണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അഘോരിയുടെ വാഹനത്തിന് ഡീസൽ നിറയ്ക്കാൻ 500 രൂപ മാത്രം നൽകിയതായും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എന്നാൽ LDF സ്ഥാനാർത്ഥിയും വിദ്യാഭ്യാസ മന്ത്രിയുമായ V ശിവൻകുട്ടി അഘോരികളുടെ സന്ദർശനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അഘോരികൾ വീടുകളിൽ പ്രചരണത്തിന് വരുമോ? 23 സ്കൂളുകളുള്ള പ്രദേശത്ത് ഇത്തരം വേഷത്തിലെത്തുന്നവർ ഇറങ്ങിയാൽ കുട്ടികൾ ഭയക്കുമല്ലോ എന്ന് V ശിവൻകുട്ടി പരിഹസിക്കുകയും ചെയ്തു. പുതിയ ചില അവതാരങ്ങളൊന്നും ഇറങ്ങിയിരിക്കുന്നു. ഇത് കേരളത്തിൽ ഇല്ലാത്തവരാണല്ലോ എന്നുള്ള നിലയിൽ കണ്ടത്. ഇനി ഞങ്ങളെയൊക്കെ വീടുകളിൽ വോട്ട് പിടിക്കാൻ വരുമോ എന്നാണ് അവർ ഭയന്നിരിക്കുന്നത്. കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉള്ള വീടുകളാണല്ലോ. അപ്പോൾ ഒരു കാരണവശാലും ഇവർ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ കയറാൻ പാടില്ല. വോട്ട് പിടിക്കാൻ പോയത് തന്നെ തെറ്റാണ്. അത് മതം തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിരിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അങ്ങ് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ അനുകൂല ഉപയോക്താക്കൾ ഈ സംഭവത്തെ പരിഹസിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചതോടെ വിവാദം കൂടുതൽ ചൂടുപിടിച്ചു. മാറാത്തത് മാറൂ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മാറ്റമുണ്ടാകുമെന്ന് കരുതിയിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഉണ്ടായ ഈ സംഭവം രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ്.